നമ്മുടെ കേരളത്തിലെ പേരെടുത്ത മാധ്യമപ്രവർത്തകനായ ശ്രീമാൻ അനിൽ നമ്പ്യാർ കഴിഞ്ഞ ദിവസം സോനം വാങ്ചുക്കിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആദ്യം സോനം വാങ്ചുക്ക് ആരാണെന്ന് മനസ്സിലാക്കണം എന്ന് പറയുന്ന നമ്പ്യാർ അയാൾ ഒരു അന്ധം രാജ്യദ്രോഹിയാണ് എന്നാണ് പറയുന്നത്. ലഡാക്ക് വഴി ചൈന ഇന്ത്യയെ ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ തടയില്ലെന്നും ചൈനക്ക് ഇന്ത്യയിലേക്ക് കടക്കാനുള്ള വഴി കാട്ടിക്കൊടുക്കുമെന്നും പ്രസ്താവന ഇറക്കിയ ആളാണ് വാങ്ചുക്ക് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യക്ക് മൗനാനുവാദം നൽകിയ അവിടുത്തെ ഇടക്കാല സർക്കാരിനെ നയിച്ച മുഹമ്മദ് യൂനിസിനെ സോനം വാങ്ചുക്ക് കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഫോട്ടോയെയും നമ്പ്യാർ വിമർശിക്കുന്നുണ്ട്. നിരാഹാരം കിടന്ന സോനം വാങ്ചുക്ക് എന്ന രാജ്യദ്രോഹി അവിടെ കിടന്ന് ചത്തുപോയിട്ട് രക്തസാക്ഷി ആകേണ്ടെന്ന് കരുതിയാണ് അയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയതെന്നും നമ്പ്യാർ പറയുന്നുണ്ട്. ഭാരതത്തിന്റെ കരുത്ത് പെരുത്ത് വളരുമ്പോൾ അധികാര ദുരമൂത്ത രാജ്യത്തിനകത്തെ ശത്രുക്കൾ ജന്തർ മന്ദിറിലേതുപോലുള്ള തോന്നിയാസങ്ങളുമായി അവതരിക്കും. ഇക്കൂട്ടരുടെ ഊടായ്പ പരിപാടികൾ അറിയാവുന്ന ഭരണകൂടം അവജ്ഞയോടെ തള്ളിക്കളയും. വാങ്ചുക്കിന്റെ ശ്വാസം നിലയ്ക്ക് മുമ്പ് ചുരുട്ടിയെടുത്ത് കൊണ്ടുപോയതിന് ഡൽഹി പോലീസിനെ അഭിനന്ദിക്കുന്നതിന് പകരം തുക്കടെ ഗ്യാങ്ങുമായി ചേർന്ന് രാജ്യത്തെ വെല്ലുവിളിക്കുന്നത് ആശ്വാസം ആണോ എന്ന് ചിന്തിക്കണം എന്നൊക്കെയാണ് സിനിമാ നടി പാർവതി തിരുവോത്തിനെ നമ്പ്യാർ സാർ ഉപദേശിക്കുന്നത്. എന്നാൽ അദ്ദേഹം ഫേസ്ബുക്കിലിട്ട പോസ്റ്റിന് കീഴെ ശക്തമായ സത്യസന്ധമായ മറുപടികളാണ് അദ്ദേഹത്തിന് കിട്ടിയത്. സ്റ്റെഫിൻ എന്ന വ്യക്തി നൽകിയ മറുപടി ഒന്ന് നോക്കാം. മാധ്യമപ്രവർത്തക, താങ്കളുടെ ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം കണ്ടാൽ സാക്ഷാൽ ഗീബൽസ് പോലും നാണിച്ച് തലതാഴ്ത്തും. താങ്കൾ പടച്ചുവിട്ട ഓരോ നുണകൾക്കുമുള്ള മറുപടി താഴെ കൊടുക്കും. അത് വായിച്ച് കുറച്ചെങ്കിലും വിവരവും ബോധവും ഉണ്ടാക്കാൻ ശ്രമിക്കും. സോനം വാങ്ചുക്ക് ഒരു അന്ധം രാജ്യദ്രോഹിയാണ്. ചൈനക്ക് ഇന്ത്യയിലേക്ക് കടക്കാൻ വഴികാട്ടി കൊടുക്കുമെന്ന് അയാൾ പറഞ്ഞു. ഇതാണ് നമ്പ്യാർ ആദ്യം പറഞ്ഞ കാര്യം. എന്നാൽ സത്യാവസ്ഥ എന്തെന്നാൽ ഗൽവാൻ താഴ്വരയിലെ കൊടുന്തണുപ്പിൽ അതിർത്തി കാക്കുന്ന ഇന്ത്യൻ പട്ടാളക്കാർക്ക് ചൂട് കിട്ടാൻ സോളാർ ടെന്റുകൾ ഡിസൈൻ ചെയ്തതും 2020 ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ബോയ്ക്കോട്ട് മെയ്ഡ് ഇൻ ചൈന ക്യാമ്പയിൻ നയിച്ചതും ഇതേ സോനം വാങ്ചുക്കാണ്. ലഡാക്കിന്റെ അതിർത്തികൾ ചൈന കയ്യേറുന്നത് തടയാൻ സമരം ചെയ്ത അദ്ദേഹത്തെ രാജ്യദ്രോഹി എന്ന് വിളിക്കാൻ ഒരു പ്രത്യേക തൊലിക്കെട്ട് തന്നെ വേണം. നമ്പ്യാരുടെ രണ്ടാമത്തെ നുണ എന്നത് അധികാര ദുരമൂത്ത രാജ്യത്തിനകത്തെ ശത്രുക്കളുടെ ജന്തർ മന്ദർ തോന്നിയാസം എന്ന പ്രയോഗമാണ്. അതിലെ സത്യം എന്തെന്നാൽ ജന്തർ മന്ദിറിൽ വാങ്ചുക്ക് 21 ദിവസമായി നിരാഹാര സമരം കിടക്കുന്നത് രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയായ നീറ്റ് പരീക്ഷ തട്ടിപ്പിനെതിരെയും അതിൽ പ്രതിഷേധിച്ച് വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടും കൊണ്ടാണ്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി അഴിമതിക്കെതിരെ സമരം ചെയ്യുന്നത് എങ്ങനെയാണ് അധികാര ദുരയും തോന്നിയാസവും ആയി മാറുന്നത്? ഈ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് ഒരിക്കലും രാജ്യദ്രോഹമാകില്ല. മൂന്നാമത്തെ നുണയായി പറയുന്നത് വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നാണ്. 20 ദിവസത്തിലധികമായി ഭക്ഷണം ഉപേക്ഷിച്ച് സമാധാനപരമായി സമരം ചെയ്യുകയായിരുന്നു അദ്ദേഹത്തെ ഡൽഹി പോലീസ് ബലമായി പിടിച്ചുകൊണ്ടുപോയി സഫ്ദർജംഗ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അതാണ് ശരി. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു വലിയ ജനകീയ സമരത്തെ അടിച്ചമർത്താനാണ് ഈ നീക്കമെന്നാണ് സമരക്കാർ പറയുന്നത്. പിന്നീട് മുഹമ്മദ് യൂനുസിനെ ഇദ്ദേഹം കെട്ടിപ്പിടിച്ച കാര്യമാണ് പറയുന്നത്. മുഹമ്മദ് യൂനുസ് ഒരു നോബൽ സമ്മാന ജേതാവാണ്. സോനം വാങ്ചുക്ക് ലോകം അറിയുന്ന ഒരു ഇന്നോവേറ്റർ. ഇത്തരം വ്യക്തികൾ അന്താരാഷ്ട്ര വേദികളിൽ വെച്ച് കാണുന്നതും ഫോട്ടോ എടുക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതുമൊക്കെ സ്വാഭാവികമാണ്. അതേപോലെ ബംഗ്ലാദേശിലെ നിർഭാഗ്യകരമായ സംഭവങ്ങൾക്ക് യൂനുസ് മൗനാനുവാദം നൽകിയെന്നത് താങ്കളുടെ മാത്രം കണ്ടെത്തലാണ്. അദ്ദേഹം ധാക്കേശ്വരി ക്ഷേത്രം സന്ദർശിക്കുകയും ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ചുരുക്കത്തിൽ സ്വന്തം രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കുന്ന അഴിമതിക്കെതിരെ സമരം ചെയ്യുന്ന ഒരു മനുഷ്യനെതിരെ ഇത്തരം പച്ചക്കള്ളങ്ങൾ പടച്ചുവിടുകയാണ് അനിൽ നമ്പ്യാർ. ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ വെച്ച് മാധ്യമ പ്രവർത്തനം നടത്തുന്നതിന് പകരം സ്വന്തം പ്രൊഫൈലിലെ ആ ജേർണലിസ്റ്റ് എന്ന ലേബൽ എടുത്തു മാറ്റുന്നതാണ് യഥാർത്ഥ മാധ്യമപ്രവർത്തകർക്ക് നല്ലത് എന്നാണ് സ്റ്റെഫിൻ നമ്പ്യാർക്ക് നൽകിയ മറുപടിയിൽ പറയുന്നത്. അതായത് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ വസ്തുതകളെ വളച്ചൊടിച്ചും വ്യാജമായ ആരോപണങ്ങൾ കൂട്ടിച്ചേർത്തും തയ്യാറാക്കിയ ഒരു സോഷ്യൽ മീഡിയ സന്ദേശമാണ് അനിൽ നമ്പ്യാർ നൽകുന്നത്. ഇതിൽ പറയുന്ന കാര്യങ്ങൾക്ക് യാതൊരുവിധ ഔദ്യോഗിക അടിസ്ഥാനവുമില്ല.